നമസ്കാരം. കാം മൈൻഡ് സ്ട്രോങ് ലൈഫ്, ശാന്തമായ മനസ്സ്, ശക്തമായ ജീവിതം. ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ശക്തമായ ഒരു ജീവിതം വേണമെങ്കിൽ, അല്ലെങ്കിൽ ശക്തമായി നാം മാറണമെങ്കിൽ ശാന്തമായ ഒരു മനസ്സ് വേണം. തീർച്ചയായും വേണം. ശാന്തമായ മനസ്സില്ലെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിന് സമാധാനമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ശക്തിയില്ലാത്തവരായി മാറും. ചില വിഷമങ്ങൾ, ചില പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റില്ല. കാരണം നമ്മുടെ മനസ്സ് ശാന്തമല്ല. എത്ര തിരക്കുകൾക്കിടയിലും പ്രക്ഷുബ്ധമായ ഒരു മനസ്സുമായി ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം ശാന്തമായ മനസ്സുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും ശാന്തമായ ഒരു മനസ്സുണ്ടെങ്കിൽ ജീവിതത്തിന് വ്യക്തത വരും, ക്ലാരിറ്റി ഉണ്ടാവും. ക്ലാരിറ്റി ഉണ്ടാകുമ്പോൾ നാം കൂടുതൽ സ്ട്രോങ് ആവും. ക്ലാരിറ്റി ഇല്ലാത്തപ്പോഴാണ് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്. ആ കൺഫ്യൂഷൻ നമ്മളെ വീക്കാക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ശാന്തമായി പല കാര്യങ്ങൾ ചെയ്യുവാനും നമ്മുടെ മനസ്സിന് സമാധാനമുണ്ടാക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തുക. അത് പുറത്തു നിന്ന് ആരും കൊണ്ടുതരില്ല, നാം തന്നെ കണ്ടെത്തണം. നല്ല പ്രാർത്ഥനകൾ അതിന് വളരെ ഉപകരിക്കും. മെഡിറ്റേഷൻ ഉപകരിക്കും. റേക്കി പോലുള്ള അഡ്വാൻസ്ഡ് മെഡിറ്റേഷൻ ഉപയോഗിക്കും. അതുപോലെ നല്ല സ്ഥലങ്ങൾ പോയിരിക്കാം, ധ്യാനിക്കാം. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മുടെ മനസ്സ് ശാന്തമാണെങ്കിൽ നമ്മൾ മാത്രം വിചാരിക്കണം. അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ. അല്ല കുറേ ബഹളം കാണിച്ചോ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. തീർച്ചയായും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ നിങ്ങൾ തന്നെ പരിശ്രമിക്കുക. അതിന് വേണ്ട കാര്യങ്ങൾ കണ്ടെത്തുക. കാരണം നിങ്ങളുടെ മനസ്സ് ശാന്തമായാൽ നിങ്ങളുടെ ജീവിതം സന്തോഷമായിരിക്കും. മറ്റാരെയും നോക്കണ്ട. നമ്മുടെ മനസ്സ് ശാന്തമാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു സമാധാനമുള്ള മനസ്സ്, ശാന്തമായ മനസ്സ് ലഭിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം നിങ്ങളെ തയ്യാറെടുക്കുക. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. നിങ്ങൾക്ക് അങ്ങനെ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.